ഹായ് BEGC 110 വിക്ടോറിയൻ ഏജ് പോയട്രിയിൽ അതേപോലെ മാത്യു ആർണാൾഡിൻ്റെ ബ്ലോക്ക് 4 മാത്യു ആർണാൾഡിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഡോവർ ബീച്ച് എന്ന് പറഞ്ഞ സ്പെഷ്യൽ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രഡക്ഷനാണ് അതിനെക്കുറിച്ചുള്ള നറേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പോകേണ്ട മുമ്പ് വാട്ട് ഈസ് വിക്ടോറിയൻ ഏജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും ഈ 110 പോയി എഴുതിയേ പറ്റും. എന്താണ് വിക്ടോറിയൻ ഏജിൻ്റെ സ്പെഷ്യാലിറ്റി? അതായത് നമുക്കറിയാം 1798 മുതൽ 1832 വരെയാണ് നമ്മുടെ റൊമാൻറ്റിക് ഏജിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം 1837 മുതൽ 1901 വരെയാണ് ക്വീൻ വിക്ടോറിയ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ വിക്ടോറിയയുടെ വൈഫ് പ്രിൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തിൻ്റെ ഏജാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൊമാൻറ്റിസിസം നമുക്കറിയാം, അത് ഒരു എന്താ പറയുക സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്, അങ്ങനെ അതുപോലെ എഴുതുമായിരുന്നു. നാച്ചുറിനെയും ലവിനെയും അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പ്രശംസിച്ച് ഒക്കെ എഴുതുന്ന ഒരു രീതിയായിരുന്നു റൊമാൻറ്റിക് ഏജിൽ. അതേപോലെ മനുഷ്യൻ്റെ പേഴ്സണൽ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും മനുഷ്യൻ്റെ കൊളോക്കിയൽ ലാംഗ്വേജിൽ എഴുതിയും കൊണ്ടൊക്കെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു റൊമാൻറ്റിക് ഏജിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം മനുഷ്യന് 1859 ഡാർവിന് ഒരു പരിണാമ സിദ്ധാന്തം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്ക് പുറത്ത് വന്നതിന് ശേഷം മനുഷ്യന് വല്ലാണ്ട് സയൻസിലുള്ളൊരു വിശ്വാസം തുടങ്ങി. അതായത് മനുഷ്യൻ എവല്യൂഷൻ സംഭവിച്ച് ഉണ്ടായതാണെന്നും ഗോഡിൻ എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ്, അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഭവം അതിലില്ല എന്ന രീതിയിലും പ്രചരിക്കാൻ തുടങ്ങുകയും മനുഷ്യരെല്ലാവരും ദൈവവിശ്വാസത്തിൽ നിന്ന് മാറി ഈ ഒരു വിശ്വാസങ്ങളിലേക്ക് പോവുകയും അങ്ങനെ ഒരു ഡിക്ലൈനിങ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അന്ന് ആ ഒരു കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു. അതേപോലെ തന്നെ വിക്ടോറിയൻ ഏജിൽ ഇമ്പീരിയൽ എക്സ്പാൻഷൻസ് കൂടി, എന്നാൽ കൊളോണിയൽ അപ്രൈസിസിങ് കൂടി, മനുഷ്യന് വളരെ എക്കണോമിക് ആയിട്ടുള്ള പ്രോസ്പെരിറ്റി, അതേപോലെ യൂണിറ്റി, ഓപ്റ്റിമിസം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു ഡിപ്രഷൻ അത് അവിടെ ഉണ്ടായിരുന്നു. അതായത് മനുഷ്യന് എവിടെ ആശ്രയിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് ദൈവികമായൊരു വിധിയാണ് എന്ന രീതിയിലുള്ള ഒരു സമാധാനം കിട്ടിയാത്ത എന്തോ ഒരു സംഭവം അവിടെ മിസ്സിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു, എന്നാൽ സംതിങ് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വൾനറബിൾ ആയിട്ടുള്ള ഒരു ലെവലും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് വിക്ടോറിയൻ ഏജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വിക്ടോറിയൻ ഏജിൽ എന്ത് എഴുതുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഡവർ ബീച്ചിലേക്ക് പോകാം. അതിന് മുമ്പ് മാത്യു ആർണാൾഡിനെ കുറിച്ച് പറയാം. അദ്ദേഹം 1822 ജനിച്ച് 1888 മരിച്ച ഒരാളാണ്. 1857 അദ്ദേഹം ഡവർ ബീച്ച് എഴുതുന്നത്. അപ്പോൾ 1822 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൊമാൻറ്റിക് ഏജിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം വർക്ക്സ് ഒക്കെ എഴുതിയത് വിക്ടോറിയൻ ഏജിലാണ്, മരിച്ചത് വിക്ടോറിയൻ ഏജിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ അദ്ദേഹം നന്നായിട്ട് ഒരു ബ്രില്യൻ്റ് ഒരു സ്റ്റുഡൻ്റായി പഠിക്കുകയും പിന്നീട് 10 വർഷത്തോളം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹം ഒരു പോയട്രി പ്രൊഫസറായി വർക്ക് ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു വിശ്വാസം, ഈ ഡിക്ലൈനിങ് ഓഫ് വിശ്വാസം, മനുഷ്യനിൽ അവശേഷിക്കുന്ന ഈ ഒരു ഡിപ്രഷനും അത് അദ്ദേഹത്തിന് വളരെ കൺസേൺ ഉണ്ടായിരുന്നു. ദൈവിക വിശ്വാസം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ആക്ച്വലി പൊതുവെ അദ്ദേഹം ദൈവിക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡവർ ബീച്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസേൺ ആണ് വിക്ടോറിയൻ ഏജിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയാൻ ഡവർ ബീച്ച് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഇതിൽ എന്തായിരുന്നു വിക്ടോറിയൻ ഏജ് എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ ഡെപിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പോയറ്റിൻ്റെ ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫും ഹണിമൂൺ സമയത്ത് ഡവർ ബീച്ചിൽ പോയി താമസിക്കുകയും ആ സമയത്ത് രാത്രി പുറത്തേക്ക് നോക്കിയിട്ട് ഈ ബീച്ചിൽ ടൈഡ്സ് വന്നങ്ങാണ്ട് അതായത് സീല് ടൈഡ്സ് ഇങ്ങനെ വന്ന് പോവുകയും ചെയ്യുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് കൂടി പറയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസേൺസ് ആണ് ആക്ച്വലി പറയുന്നത്. ദൈവിക വിശ്വാസം നഷ്ടപ്പെട്ടതിലും ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു അൺസർട്ടനിറ്റി,
ആ ഒരു വിശ്വാസമില്ലായ്മ, ആ ഒരു വേദന, ഡിപ്രഷൻ, അതിനൊക്കെ ഉള്ളൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഇല്ലാതെ പോയത് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള ആ ഒരു കൺസേൺ അദ്ദേഹം അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അതൊരു ചെറിയൊരു പോയാണെങ്കിലും അതിന് ഭയങ്കര ഡെപ്തിങ് മീനിങ് ഉള്ളൊരു പോയാണ്. 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു വർഷവും സെയിം ലൈൻസ് ഒന്നും അങ്ങനെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഏത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ദിസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് പോയാണ്. ഇതിന്നൊരു ലൈൻസ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻസ് ചോദിക്കുകയോ ചെയ്യാൻ സാധ്യതയുള്ളൊരു പോയാണ്. അപ്പോൾ ആർണോൾഡിൻ്റെ കുറിച്ചുള്ള നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡവർ ബീച്ചിൽ ഞാൻ പറഞ്ഞ ഒരു മെയിൻ തീമാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ഒരു നൈറ്റ് ഡവർ ബീച്ചിൽ പോയി നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ ഒരു ഡിക്ലൈനിങ് ഓഫ് റിലീജിയനെ കുറിച്ചും അതേപോലെ ഹ്യൂമൻ ബീങ് അത് ഉണ്ടാക്കുന്ന ദുഃഖത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ലൈൻസ് ഇല്ലേ, അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. സൊഫോക്ലിസ് എന്ന് പറഞ്ഞാണ്ട്, സൊഫോക്ലിസ് ലോങ് എഗോ എന്ന് പറഞ്ഞാണ്ട് ലൈൻസ് തൊട്ട് ഒരു ദ സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, നമ്മൾ എന്തായാലും ലൈൻസുകൾ വായിച്ചേ പറ്റൂ, കാരണം ലൈൻസ് വെച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പോയട്രി സെക്ഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്തും കൊണ്ട് ഈ എക്സാം എഴുതാമെന്ന് വിചാരിക്കുകയേ വേണ്ട. കാരണം മെയിൻ ഇതിൻ്റെ പോയട്രിയാണ്. പോയട്രിയിൽ കൂടി പോയംസ് ഇങ്ങനെ വരുന്നില്ല, ഇതിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ സൊഫോക്ലിസ് ലോങ് എഗോ ഹേഡ് ഇറ്റ് ഓൺ ദ ഏജിയൻ ആൻഡ് ഇറ്റ് ബ്രോട്ട് ആ ലൈൻസ് ഉണ്ടല്ലോ, ദ സീ ഓഫ് ഫെയ്ത്ത് വരെയുള്ള ലൈൻസ് നോക്കുക. ആ ലൈൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇമാജിൻ ചെയ്യാണ്. സൊഫോക്ലിസ്, നമുക്കറിയാം സൊഫോക്ലിസ് ആരാണെന്ന്. അദ്ദേഹം ഗ്രീക്ക് കാലഘട്ടത്തിലെ പിന്നെ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലെ ഒരു കുലപതി എന്നില്ല, അതായത് സൊഫോക്ലിസും യൂറിപ്പിഡസും അരിസ്റ്റോട്ടിലൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സൊഫോക്ലിസ് ഏജിയൻ സീയിൽ ഇരുന്നു കൊണ്ട് ഇത് അന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആലോചിക്കുന്ന ഈ ഒരു ആകുലത അന്ന് സൊഫോക്ലിസ് ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 19th സെഞ്ച്വറിയിൽ ഇവിടെ ഇരുന്ന് ഞാനും ഇംഗ്ലീഷ് ചാനലിൻ്റെ തീരത്താണ് അതേ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് കൺസേൺഡ് ആവുന്നത് എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ഈ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഒരു ആവലാതി. പിന്നീട് വന്നിട്ടുള്ള ലൈൻസാണ് ആ ലവ് ലെറ്റ് us be true എന്ന് പറയുന്ന ലൈൻസ് തൊട്ട് 188 കേട്ടോ, പേജ് നമ്പർ. നോർ സെർട്ടിറ്റ്യൂഡ് ആൻഡ് മോർ പീസ് ടു ഹെൽപ്പ് ഫോർ പെയിൻ എന്ന് പറയുന്ന ആ ലൈൻസ്. ആ ലൈൻസിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ലവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ അഡ്രസ്സ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ലൂസിയാണ്. ലൂസി പിന്നെ അതായത് വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ മനുഷ്യന് ബന്ധങ്ങളിലുള്ള അവിടെ ഒരുപാട് വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പരസ്പരം ട്രൂത്ത്ഫുള്ളായിട്ടിരിക്കാം, ട്രസ്റ്റ്ഫുള്ളായിട്ടിരിക്കാം, സിൻസിയറായിട്ടിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന രീതിയിൽ തൻ്റെ വൈഫിനോട് പറയുന്ന കുറച്ച് ലൈൻസാണ് അവിടെ വരുന്നത്. അപ്പോൾ ഡവർ ബീച്ച് എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കണ്ടൻറ്റ് ഇതാണ്. ഇനി വേറൊന്ന് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക.